ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം കെ ജയകുമാർ നടത്തിയ ആദ്യ പ്രഖ്യാപനം തന്നെ പാളി. സന്നിധാനത്ത് അയ്യപ്പ ഭക്തർക്ക് എല്ലാ ദിവസവും സദ്യ നൽകുമെന്ന മുൻ പ്രഖ്യാപനമാണ് പാളിയത്. നിലവിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ സദ്യ നൽകാനാകൂ എന്നാണ് പുതിയ നിലപാട്. എന്ന് തുടങ്ങാനാകുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഫണ്ടല്ല തടസ്സമെന്നും അന്നദാന ഫണ്ടിൽ 9 കോടി രൂപയുണ്ടെന്നും കെ ജയകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. എല്ലാ ദിവസവും എന്നുള്ളതൊന്ന് മാറി ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നുള്ളതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ. കാരണം മറ്റത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് മാത്രമല്ല അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുമുണ്ടല്ലോ. അതുകൊണ്ട് അത് നിലനിർത്തുന്നു. പക്ഷേ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ എന്നുള്ള തീരുമാനം എടുത്തു. അത് വിഭവങ്ങൾ വരെ എല്ലാം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ ശബരിമലയിൽ ഇതിനു മുമ്പ് ചോറ് കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടാതെ ഇപ്പോൾ പായസവും പപ്പടവും മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. അതിനുള്ള ക്രമീകരണങ്ങളായി. നേരത്തെ തന്നെ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ആ റേറ്റ് തന്നെയാണ് വാങ്ങിക്കുന്നത്. വേറെ നിയമപ്രശ്നങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ബോർഡ് അത് അംഗീകരിച്ചിരിക്കുകയാണ്. എന്ന് മുതലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമായി. ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞ് തെറ്റിപ്പോയല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ബോർഡിൽ തീരുമാനമെടുത്ത് അവിടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ജോലിക്കാരെ കിട്ടാനുണ്ട്, ഇത്തിരി പാത്രങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ 1-2 ക്രമീകരണം എത്രയും പെട്ടെന്ന് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അധിക ദിവസം വൈകില്ല. ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഗുഡ് ഈവനിങ്. ശാലിനി, ശബരിമലയിൽ ഭക്തരെ എന്നും ചവിട്ടിമെതിക്കുന്ന ഒരു നിലപാടാണ് ദേവസ്വം ബോർഡും സർക്കാരും അന്നും ഇന്നും എന്നും സ്വീകരിക്കുന്നത്. എന്തായാലും ഈ കെ ജയകുമാറിന്റെ ആദ്യ പ്രഖ്യാപനം തന്നെ പാളിയിരിക്കുന്നു. ഫണ്ടുണ്ട്, പക്ഷേ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. സൗകര്യമില്ലെന്നാണോ അർത്ഥമാക്കുന്നത്, അതോ എന്താണ് ഇത്ര തടസ്സം? അശ്വതി, ഗുഡ് ഈവനിങ്. എന്തായാലും ഒരു ശുഭവാർത്തയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിൽ നിന്ന് വരുന്നത്. പക്ഷേ അത് എന്ന് പ്രാവർത്തികമാകും, നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ശബരിമലയിൽ ഇനി മുതൽ സദ്യ കഴിക്കാം, അല്ലെങ്കിൽ അന്നദാനമായി സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞ വാക്കുകൾ പറയുകയാണെങ്കിൽ, ചോറ്, സാമ്പാർ, രസം, അവിയൽ, അച്ചാറ്, പപ്പടം ഉൾപ്പെടെ ഒരു സമൃദ്ധമായ സദ്യ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് കഴിക്കാം. അത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ദിവസം സദ്യയാണെങ്കിൽ മറ്റൊരു ദിവസം പുലാവ്, അങ്ങനെ മെനു അറേഞ്ച് ചെയ്ത് അത് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തർക്കങ്ങൾ ഇക്കാര്യത്തിൽ നടന്നിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചില ഏകാധിപതിയെ പോലെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ചില ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം ഉന്നയിക്കുകയും ചേരുന്നു. ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് എത്തുകയും ചേരുന്നു. ഈ ഡിസംബർ 2-ാം തീയതി മുതലാണ് ശബരിമലയിൽ സദ്യ അന്നദാനമായി നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയെടുത്ത ശേഷം ആദ്യമായി ഒരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അത് ഈ ദേവസ്വം ബോർഡിലെ ഉള്ളിലെ മെമ്പർമാരും പ്രസിഡന്റും തമ്മിലുള്ള തർക്കങ്ങളൊക്കെയാണ് അതിന് വഴിവെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബോർഡ് യോഗം ചേരാനിരുന്നത്. ബോർഡ് യോഗം രാവിലെ 11 മണിയോടുകൂടി ചേരുകയും ചെയ്തതിൽ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് ശബരിമലയിലെ അന്നദാനം നൽകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതായിരുന്നു. ആ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. ശബരിമലയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അന്നദാനമായി സദ്യയും ഒരു ദിവസം പുലാവും അങ്ങനെ ഓൾട്ടർനേറ്റീവായി നൽകാൻ തീരുമാനമായിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ നടപ്പിലാക്കും, എന്നു മുതൽ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. 9 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ഭക്ഷണം നൽകാനുള്ള ഭക്ഷണത്തിന്റെ ഫണ്ടിൽ, അന്നദാന ഫണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിക്കുന്നത്. അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ, നടപടികളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു തീയതി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ഡിസംബർ 2-ാം തീയതി മുതൽ തന്നെ ഭക്ഷണം നൽകി തുടങ്ങുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ, നടപ്പിലാക്കാൻ ബോർഡിന് കഴിഞ്ഞില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചേർന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മണ്ഡലകാലം തന്നെ ആ ഒരു തീരുമാനം നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഭക്തരും പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ ദിവസവും അവിടെ എത്തുന്നവർക്ക് ഇത്തരത്തിൽ അന്നദാനമായി സദ്യ കഴിക്കാൻ കഴിയില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യയും പുലാവുമായി ഭക്ഷണ ക്രമീകരണം ഒരുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ, അതായത് മുൻപ് ഈ സാധനങ്ങളൊക്കെ നൽകിയിരുന്ന അതേ ആളുകൾ തന്നെ ആയിരിക്കും ഇക്കുറിയും സാധനങ്ങളൊക്കെ നൽകുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. നിയമപ്രശ്നങ്ങളൊന്നും അക്കാര്യത്തിലില്ല. അത് അടിയന്തരമായി തന്നെ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ബോർഡ് അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പാത്രങ്ങൾ, ജോലിക്കാർ, ഇവരെയൊക്കെ ക്രമീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ക്രമീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു തീയതി പ്രഖ്യാപിക്കുക
തുടരുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കുറച്ച് തീർച്ചയായും ദിവസങ്ങൾ ശാലിനി നീണ്ടുനിന്ന അത് തന്നെയാണ്. എന്തായാലും സദ്യ എന്ന് തുടങ്ങുമെന്നതിൽ തീരുമാനമായില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഈ സദ്യ ഉണ്ടാവുക എന്നാണ് ജയകുമാർ പറയുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം തന്നെ ശബരിമലയിൽ പാളിയിരിക്കുന്നു.